ഹായ്, നമ്മുടെ റൂഹി ജാൻ്റെ ഒരു പുതിയ പോസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്കത് കേൾക്കാം. കേട്ട ശേഷം പറയാം. കേൾക്കാം. പക്ഷെ ഇപ്പോഴൊരു കാര്യം പറയണം തോന്നുന്നുണ്ട്. ഞാൻ ഇന്നലെയാണോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ആരോ എൻ്റെ ഫോണിലോട്ടൊന്ന് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മെഹനാസ് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്നെ കുറിച്ചിട്ട്. ഞാൻ ഭൂമിയിലുള്ള ജനങ്ങൾക്ക്, എല്ലാ ജനങ്ങളിലും തെറ്റിദ്ധാരണ സ്പ്രെഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതുകൂടാതെ അവൻ പറയുന്നുണ്ട് വേറൊരു കാര്യം. മെഹനാസ് പറയുന്നുണ്ട്, ഞാൻ ഡ്രഗ്സ് ഒക്കെ കഴിച്ചാണ്, വലിയ എന്തോ ഡ്രഗ്സ് കഴിച്ചാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതും അവൻ പറയുന്നുണ്ട്. മെഹനാസെ, നീ കഴിച്ചുകൊണ്ടിരുന്ന ഡ്രഗ്സും നീ കഴിച്ചുകൊണ്ടിരുന്ന പവറൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നീ എന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ക്യാരക്ടർ ചേഞ്ചസ്, എൻ്റെ ഫേസിൽ വരുന്ന ചേഞ്ചസ്, എൻ്റെ ക്യാരക്ടറിൽ വരുന്ന ചേഞ്ചസ്, അത് എന്തുകൊണ്ടാണെന്നൊക്കെ മെഹനാസും എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ അറിയും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എനിക്ക്. ഓക്കെ, അത് ഞാൻ ഡ്രഗ്സ് കഴിച്ചിട്ടാണോ അതോ എൻ്റെ സ്പിരിച്വൽ കണക്ഷൻ കാരണമാണോ ഞാൻ ഇങ്ങനെ എൻ്റെ സംസാരത്തിൽ ഡിഫിക്കൽട്ടീസ് വരുന്നതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. ഓക്കെ, പിന്നെ നീ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, മെഹനാസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, നീ ബാക്കിയുള്ള ആളെ കാര്യത്തിലും കൂടി പറയല്ലേ. കുറച്ചെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരത്ത് വെച്ച് പറ. കേട്ടല്ലോ മെഹനാസ്? പിന്നെ മെഹനാസ് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പേരൊക്കെ വലിച്ചിരുന്നുണ്ട്, കുറേ ആൾക്കാരുടെ പേര് വലിച്ചിരുന്നുണ്ട്, ആത്മാവ് റൂഹൊക്കെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താ മെഹനാസെ, നീ ഇതുവരെ റിഫയുടെ റൂഹിനെ കണ്ടിട്ടില്ലേ? കാണാൻ ചാൻസ് ഇല്ല. അവൾ ഒരിക്കലും നിന്റെ മുമ്പിൽ വരില്ല. ഓക്കെ, കാരണം അത്രയ്ക്കും നിന്നെ ഏത് ലെവലാണ് റിഫ വർക്കുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ മെഹനാസ്, അപ്പോൾ മെഹനാസ് വെയിറ്റ് ചെയ്യ്. എന്തിനാ ധൃതി പിടിക്കുന്നേ നിങ്ങളൊക്കെ? ധൃതി പിടിക്കല്ലേ മെഹനാസ്. മെഹനാസിന്റെ കൂട്ടങ്ങളും ജംഷാദും ആഷിഖും ബെൻസറും എല്ലാവരും വെയിറ്റ് ചെയ്യ്. സമയമുണ്ട്, കുറേ സമയമൊന്നുമില്ല കേട്ടോ, കുറച്ച് സമയം. ആ സമയത്തിനുള്ളിൽ എൻജോയ് ചെയ്യും. ഈച്ച് ആൻഡ് എവറി സെക്കൻഡ്സ് ഓഫ് ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യും കേട്ടോ. അത്രേ സമയമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ തൃശ്ശൂർ പൂരം പൊട്ടണ പോലെ പൊട്ടും. അത് പൊട്ടുമ്പോൾ അതിനൊക്കെ പിറകെ ഓടാൻ പോയിട്ട് ശ്വാസം എടുക്കാൻ പോലും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നിന്റെ ഡയലോഗ്, നിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ വന്നിരുന്നിട്ടുള്ള ഡയലോഗ് ഉണ്ടല്ലോ, നിന്റെ കയ്യിൽ വെച്ചാൽ മതി. റൂഹിൻ്റെ നേരെ എടുക്കണ്ട. കേട്ടല്ലോ മെഹനാസെ? ഞാൻ ആരാണെന്നും എന്താണെന്നും എന്തിനാ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നെന്നും മെഹനാസെ നിനക്കറിയില്ല. എന്നെ അറിയിച്ചു തരും. പിന്നെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പെൺകുട്ടി ദുബായിൽ നിന്ന് വന്നിട്ട് എന്താ പറയുക, ദുബായിലെ സെക്സ് റാക്കറ്റ്സിൻ്റെ കൂടെ അവിടെ ട്രാപ്പിൽ പെട്ടി നല്ല ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ജോലിയുടെ വിസയും ഇതൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോയ കുട്ടിയെ അവിടെ എത്രയോ പേര് ഒരു ദിവസം 23-26 പീപ്പിളൊക്കെ നശിപ്പിക്കാം എന്നൊക്കെ കേട്ടു. അത് ഓപ്പൺ ആയിട്ട് ആ കുട്ടി ഫേസ് പോലും കവർ ചെയ്യാതെ വന്നിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് കേരളത്തിലെ ജനങ്ങളോട് പറയുവാണ്, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇങ്ങനെ ദുബായിൽ വെച്ചാണ് ഇതൊക്കെ നടക്കുന്നത്, ദുബായിൽ ഒരു കൂട്ടം സെക്സ് റാക്കറ്റ്സ് എന്ന് എൻ്റെ ആൾക്കാർ മൊത്തം ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത്രയും കേരളത്തിലെ ജനങ്ങൾ കേട്ടിട്ട് നിങ്ങളിൽ ആരെങ്കിലും ആ കുട്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അതിന് ഹെൽപ്പ് ചെയ്തിട്ട് അതിന് കേസ് കൊടുക്കാനോ, ആ കുട്ടിയുടെ എത്രയോ ഇതായി എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ഒരു ജോലിക്കെന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പോയ കുട്ടിയാണ്, ആ കുട്ടിയാണ് സെക്സ് റാക്കറ്റ്സിൽ പെടുത്തിയിട്ട് മൊത്തത്തിൽ അവിടുന്ന് പോരാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോഴും അതിൻ്റെ ലക്ക് കാരണം അത് ഇപ്പോഴെങ്കിലും തിരിച്ചു കേരളത്തിലോട്ട് വന്നു. എന്നിട്ട് അത് വന്നിട്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങളോടും അത് പറയുവാണ്. ഈവൻ ഫേസ് പോലും കവർ ചെയ്യാതെ എല്ലാവരോടും പറയുവാണ്, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഇനി ഒരു പെൺകുട്ടികൾക്ക് അങ്ങനെ വരാൻ പാടില്ല. ഈ പേരും പറഞ്ഞ്, ജോലിയുടെ പേരും പറഞ്ഞ് കേരളത്തിൽ നിന്ന് പെൺകുട്ടികളെ അങ്ങോട്ടേക്ക് ദുബായിലോട്ട് കടത്തിയിട്ട് അവിടെയുള്ള സെക്സ് റാക്കറ്റ്സ് ഇവരെ ഇങ്ങനെ മിസ്യൂസ് ചെയ്യുകയാണ്. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ജനങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവും എല്ലാ കാര്യത്തിനും കൂട്ടത്തോടെ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. എല്ലാ വീഡിയോസിലും എല്ലാ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ആരും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒന്ന് ഹെൽപ്പ് പോലും ചെയ്യാൻ തോന്നില്ലേ ആർക്കും? കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്മാർക്കും ആ പെൺകുട്ടിക്ക് വന്ന കാര്യം ഇനി ഒരു പെൺകുട്ടികൾക്കും വരാൻ പാടില്ല എന്ന് ചിന്തിച്ചിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെന്റ് പ്രോസസ് ഫോർവേഡ് ചെയ്യാൻ ആർക്കും തോന്നുന്നില്ലേ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ ആർക്കും തോന്നില്ലേ? ഇതാരാണ് ഇങ്ങനെ കൊണ്ടുപോകുന്നതും ആർക്ക് വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ കേരളത്തിൽ നിന്ന് കടത്തുന്നതും അതൊന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് കേരള ഗവൺമെന്റിനോടും കേരള ഗവൺമെന്റ് ത്രൂ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയിലേക്ക് എത്തിക്കാൻ വലിയ ദൂരമൊന്നുമില്ല. ഇതൊന്നും ചെയ്യാൻ ആർക്കും തോന്നില്ലേ? അത് അവരവരുടെ വീട്ടിലല്ലേ, അതുകൊണ്ടല്ലേ, വേറെ ആർക്കും ഉള്ള കാര്യങ്ങളാണല്ലേ, അതുകൊണ്ടായിരിക്കും.
എല്ലാവരുടെ വീട്ടിലും പെൺകുട്ടികളുണ്ടെന്നുള്ള ഓർമ്മ വേണം. ഇന്ന് ആ പെൺകുട്ടിയാണെങ്കിൽ നാളെ ചിലപ്പം ഈ വേറെ സ്വന്തം വീട്ടിലെ പെൺകുട്ടികൾക്ക് ആവാം. ഓക്കെ, ഞാനിത് കണക്ട് ചെയ്തിട്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇത് പറയാനുള്ള റീസൺ എന്താ അറിയാം? റിഫക്കും വന്നത് ഏകദേശം ഇതൊക്കെ തന്നെയാണ്. റിഫനെയും അവിടുന്ന് റിഫക്കും മെഹനാസിനും വേണ്ടിയിട്ടുള്ള വിസയും ടിക്കറ്റും എല്ലാം എടുത്തു കൊടുത്തത് ദുബായിലുള്ള കമ്പനി, ഏതൊരു കമ്പനി ആൾക്കാരാണ്. എന്നിട്ട് ആണ് ഈ കപ്പിൾസ് അങ്ങോട്ടേക്ക് പോകുന്നത്. റിഫക്ക് പക്ഷേ കിട്ടിയത് ഒരു സെലിബ്രിറ്റി എന്നുള്ള ഒരു റൈറ്റിലാണ് റിഫക്ക് അവിടുന്ന് വിസയും എന്താ പറയുക ടിക്കറ്റും എല്ലാം മെഹനാസിന്റെ കയ്യിൽ നിന്ന് പൈസ ചെലവാക്കിയിട്ടല്ല റിഫ ദുബായിലോട്ട് പോയത്. ദുബായിൽ നിന്ന് ഈ പറഞ്ഞ പോലെ ഈ പെൺകുട്ടി ഇപ്പൊ പറയുന്നില്ലേ അവിടെ നിന്ന് തന്നെ ഞങ്ങൾക്ക് കമ്പനീസ് വിസയും ടിക്കറ്റൊക്കെ തന്നിട്ടാ പോയത്, അതേപോലെ പോയ ആളാണ് ആരും റിഫയും മെഹനാസും ഒക്കെ. എന്നിട്ടാണ് റിഫയുടെ ഡെഡ് ബോഡിയും കൊണ്ട് മെഹനാസ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നത്. ഓക്കെ, അപ്പോൾ റിഫക്ക് എന്താ അവിടെ സംഭവിച്ചു? റിഫക്ക് ആ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആ ഒരു പേരും വെച്ചു. അവർക്ക് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ സ്മഗ്ലിങ്ങിൻ്റെ ഇതിൽ കണക്ട് ചെയ്യേണ്ടി വന്നു. സ്മഗ്ലിംഗ് ചെയ്യുന്നത് കണക്ട് ചെയ്ത് വന്നതോടൊപ്പം റിഫക്ക് സെക്സ് റാക്കറ്റ്സിന്റെ ആൾക്കാർ കയ്യിലും പെടാനുള്ള ഒരു സിറ്റുവേഷനും കൂടി വന്നപ്പോഴാണ് റിഫ അതിന് റെഡി ആവാതിരുന്നത്. ഇപ്പൊ ഈ പെൺകുട്ടി വിളിച്ച് നിങ്ങളോടൊക്കെ കേരളത്തിൽ എല്ലാവരോടും പറയുന്നത് റിഫക്ക് പറയാൻ പറ്റിയില്ല. കാരണം പറയുന്നതിന് മുമ്പിട്ട് തന്നെ റിഫനെ ഇല്ലാണ്ടാക്കി. ഓക്കെ, റിഫക്കും ഈ പെൺകുട്ടിക്ക് വന്ന ഏകദേശ അനുഭവം വരേണ്ടതായിരുന്നു. പക്ഷെ റിഫ അത് ഒരു കാരണവശാലും അതിനൊരു ചാൻസ് പോലും കൊടുത്തില്ല. സെക്സ് റാക്കറ്റ്സിലേക്ക് ഇൻവോൾവ് ആവും എന്ന് മനസ്സിലായ ശേഷമാണ് റിഫ എല്ലാവരിലും ഈ കാര്യങ്ങൾ പറയും, ഇങ്ങനെയൊക്കെ എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വന്നത്. അവിടെയാണ് അവരുടെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടത്. ഓക്കെ, അപ്പം എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, കേരളത്തിലെ ജനങ്ങൾ ഭയങ്കര ഒരു റിലിജൻ പോലും നോക്കാതെ, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പോലും നോക്കാതെ എല്ലാവരും ഒന്നിച്ചിട്ട് കൂട്ടായ്മയോടെ നിന്നിട്ട് പല പല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നു ഇത്രയും ഓപ്പൺ ആയിട്ട് വന്നിട്ടും അതൊരു മിനിസ്റ്റേഴ്സിന്റെ അടുത്തോ കേരളത്തിലെ ഓരോ പൊളിറ്റീഷ്യൻ ആൾക്കാർ പോലും ഇതിൽ എന്തുകൊണ്ട് ഇൻവോൾവ് ആവുന്നില്ല? എന്തുകൊണ്ടാണ് ഇതിന്റെ പിറകെ ആരും ചെല്ലാത്തത്? വായ്. ഞാൻ ഈ കാര്യം പറയുന്നത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യമൊക്കെ തോന്നും. പക്ഷെ എനിക്ക് പറയണം തോന്നുന്നത് ഞാൻ പറയും. അതിപ്പോൾ എന്നോട് ദേഷ്യം വന്നിട്ട് കാര്യമില്ല. ഇത് സ്പിരിച്വലി കണക്ട് ആയിട്ടുള്ള കാര്യമാണ്. റിഫ കേരളത്തിലെ പെൺകുട്ടിയാണ്. ഓക്കെ, ഇപ്പം റിഫ കേരളത്തിലെ പെൺകുട്ടിയല്ല. റിഫ കേരളത്തിലെ ജസ്റ്റിസ് കിട്ടാത്ത ഒരു സോളാണ്. അങ്ങനെ എത്രയോ പെൺകുട്ടികൾ കേരളത്തിൽ ജസ്റ്റിസ് കിട്ടാത്ത സോളുകൾ ഇല്ലെന്ന് ചോദിക്കും. പക്ഷെ എല്ലാ സോളുകൾക്കും അതിൻ്റെതായ പവർ കിട്ടണമെന്നില്ല. ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, റിഫ ഇസ് എ പവർഫുൾ ഹോളി സ്പിരിറ്റ്, പവർഫുൾ സോളാണ്. റിഫക്ക് ഒരു സോള് വിചാരിച്ചാൽ തന്നെ പലതും ചെയ്യാൻ പറ്റും. അപ്പൊ റിഫിന്റെ കൂടെയുള്ള സോളുകൾ എന്ന് പറയുന്നത് ഒരുപാട് കുട്ടി സോളുകൾ റിഫിന്റെ കൂടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എന്ന് വെച്ചാൽ ഐ എം ഗോയിങ് ടു സേ യു വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. നല്ലോണം ശ്രദ്ധിച്ച് കേരളത്തിലെ എല്ലാ ജനങ്ങളും കേട്ടോളൂ ഈ കാര്യങ്ങളും. കേരളത്തിലെ ജനങ്ങൾക്ക്, കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക് സമാധാനത്തോടെയും സ്വസ്ഥതയോടുകൂടിയും ജീവിച്ചു പോകണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കേരളത്തിൽ ജീവിച്ച് ആഗ്രഹം തീരാത്ത നിങ്ങൾ ഇത് അവരുടെ ചാനലിൽ പോയി ബാലൻസ് കാണുക. ഇതുവരെ ഉള്ളതേ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ബാലൻസ് ദ റെസ്റ്റ് നിങ്ങൾ പോയി അവിടെ തന്നെ കാണുക എന്നുള്ളതാണ്. പക്ഷേ ഇതൊരു പോയിൻ്റായിട്ട് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുക്കുന്നത്. മേ ബി റിഫ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയൊരു ഫോഴ്സ്ഫുൾ ആക്ട് ഉണ്ടാകാൻ ചാൻസ് ഇല്ലേ? ഇവർക്ക് വിസ എടുത്ത് കൊടുത്തിരിക്കുന്നത് പ്രൊമോഷൻ്റെ ഒരു നടപടിയുടെ പ്രകാരമാണ് എങ്കിൽ വിസിറ്റിൽ പോയി ആ പ്രൊമോഷൻ അറ്റൻഡ് ചെയ്ത ശേഷം ദെൻ അവിടെ ജോലി നോക്കുന്നു. ഒരു കടയിലേക്ക്, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് പുള്ളിക്കാരത്തി പോയി ജോലിക്ക് നിൽക്കുന്നത്. അവിടെ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഇപ്പം അവിടെ താമസിച്ചവർക്കൊക്കെ അറിയാവുള്ളൂ. കരാമയൊക്കെ പോലുള്ള അത്രയും ക്രൗഡഡ് ആയ ഒരു ഏരിയയിൽ ആ കുട്ടിക്ക് ഒരു റൂം കിട്ടുക എന്ന് പറയുന്നത് തന്നെ എക്സ്ട്രീം എക്സ്പെൻസിൻ്റെ എക്സ്ട്രീമാണ്. അത് മാത്രമല്ല വളരെ ടൈനി ആയിട്ടുള്ളൊരു ബെഡ് സ്പേസ് മാത്രമേ കിട്ടുള്ളൂ. അതിൽ ഈ കുട്ടി അങ്ങനെ ചെയ്തു എന്നുള്ളത് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത്രയും ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സംഗതിയിൽ ഫാൻ വരിക, ഫാനിൽ ഇത് ചെയ്യുക. അതുകൊണ്ടാണ് ഇത് ഒരു കാരണവശാലും ഒരു സ്വയം ഒടുക്കിയതല്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടുള്ളത്. ബാക്കി അറിയത്തില്ല, മേ ബി ചാൻസസ് ആർ ദെയർ. ഇനി പറയുന്നത് എല്ലാവരും ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, നമുക്ക് എല്ലാവർക്കും ഫാഷനബിളായിട്ട് നടക്കാൻ ഇഷ്ടമാണ്, നല്ല രീതിയിൽ മേക്കപ്പ് ഇടാൻ ഇഷ്ടമാണ്, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ നമ്മൾ കുറച്ച് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങി നിൽക്കാൻ ഇഷ്ടമാണ്. ഒരുങ്ങി നിൽക്കാൻ ഇഷ്ടം ഉള്ളത് എന്നതിലുപരി നമ്മൾ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. നമ്മൾ എന്തിനാണ് ഈ അമ്പലങ്ങളിലൊക്കെ ഈ വിളക്കെടുത്ത് നിൽക്കുന്ന ഒരു കാഴ്ച ഉണ്ടല്ലോ, ഞാൻ കാണാൻ പോകുന്നത് കൗതുകത്തോടെ അപ്പോഴും ഒരുങ്ങി വന്നിങ്ങനെ വിളക്കെടുത്ത് നിൽക്കുന്ന കുട്ടികളുടെ ഭംഗി കാണാൻ വേണ്ടി തന്നെയാണ്. നല്ല രസമാണ് അത് കാണാൻ. പിന്നെ നമ്മൾ നൃത്തങ്ങളൊക്കെ കാണാൻ പോകുന്നുണ്ടല്ലോ, ഇപ്പം ഭരതനാട്യം. ഇവിടെ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ് അരങ്ങേറ്റങ്ങൾ.
മിക്കവാറും നടക്കും അരങ്ങേറ്റങ്ങൾ. അപ്പോൾ ഈ അരങ്ങേറ്റങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത് നല്ല രീതിയിൽ നല്ല മംഗളകരമായിട്ട് ഡ്രസ്സിട്ട് മേക്കപ്പ് ഇട്ട് നിൽക്കുന്ന കുട്ടികളെ കാണാനും അതിൽ കൂടെ ഉള്ളൊരു ഭംഗി കാണാനും വേണ്ടി തന്നെയാണ്. അപ്പം ഒരുങ്ങണതൊക്കെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ഒരുങ്ങി നിൽക്കുന്നത് കാണുന്നത് മറ്റുള്ളവർക്കും സന്തോഷമാണ്, ഒക്കെ ശരി തന്നെയാണ്. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഒരു ചാനൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മുടെ കൈകളിലുണ്ട്, മൊബൈലിൽ കൂടെ എല്ലാവർക്കും തുടങ്ങാം. നിങ്ങളുടെ ആ ഒരു ഭംഗി, ആ ഒരു ഇത്, ആ ആസ്വാദ്യത അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. നിങ്ങൾക്ക് തന്നെ ഒരു ചാനൽ തുടങ്ങാം, അതിൽ കൂടെ ചെയ്യാം എന്നതിലുപരി ഇത്തരത്തിലുള്ള ട്രാപ്പുകളിൽ പോയി വീഴാതിരിക്കുക. മുൻപൊക്കെ അങ്ങനെയല്ല. നമ്മളൊരു സിനിമയിൽ അഭിനയിക്കാൻ പോകണമെങ്കിൽ ഭയങ്കര സ്ട്രഗിളാണ്. പെൺകുട്ടികൾ പിന്നെ ചിന്തിക്കുക വേണ്ട, അങ്ങനെയൊന്നും പോയി കഴിഞ്ഞാൽ തീർന്നു എന്നുള്ളതാണ്. ഈ ഇടയ്ക്ക് നമ്മുടെ രാഖി സാവന്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എല്ലാവരുടെ അടുത്തും കൊടുക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് സിനിമയിൽ അഭിനയിക്കും, അവസാനം ഞാൻ കൊടുക്കത്തില്ല, ഞാൻ പറ്റിക്കും. അതേസമയം പല പെൺകുട്ടികളും കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കും, അവസാനം കൊടുത്തതിന് ശേഷം ടേസ്റ്റ് കഴിയുമ്പം അവർ സിനിമയിൽ ആക്സെപ്റ്റും ചെയ്യത്തില്ല എന്ന്. ഇങ്ങനെ അനുഭവിച്ച ഒത്തിരി പേരുണ്ടാവും. ഒത്തിരി പേര് ഫിലിം ഫീൽഡിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്ന ഒത്തിരി പേർക്ക് ഈ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ടാകും. നമ്മളുടെ കഴിവിനാണ് പണം കിട്ടേണ്ടത്, നമ്മളുടെ ശരീരത്തിനല്ല. നമ്മുടെ ശരീരം കൊടുത്ത ശേഷം അത് പലരും പറയുന്നതാണ് അഡ്ജസ്റ്റ്മെൻറ്റ്. ചിന്നക്കടപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന്. അഡ്ജസ്റ്റ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പ്രോഗ്രാംസ് കിട്ടും, സീരിയൽസ് കിട്ടും. അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടിയാണ് പലയിടങ്ങളിലും അവർക്ക് ചാൻസ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ചാൻസ് കിട്ടാൻ വേണ്ടി നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് പോയി അത്തരം ചാൻസുകൾ ഒപ്പിക്കണോ വേണ്ടേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ഇപ്പം മഞ്ജു ഒക്കെ ചെയ്യുന്നില്ലേ, അവരൊക്കെ ഓരോരോ സ്കിറ്റുകൾ എടുത്ത് വെച്ച് അവർ തനിയെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊരു നല്ല ഇതാണ്. നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി കഴിവുകളെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ലത്. കലാതിലക വേദികളിൽ എപ്പോഴും സംവിധായകന്മാർ ചുറ്റും നല്ല പെൺകുട്ടികളെ സെലക്ട് ചെയ്യാനാണ്, നല്ല കഴിവുള്ളവരെ സെലക്ട് ചെയ്യാനാണ്. അതുകൊണ്ട് അവർക്കുണ്ടാകുന്ന ലാഭം എന്തെന്ന് പറഞ്ഞാൽ ജോലി ഭാരം കുറയും. ഇപ്പോൾ ഒരു ന്യൂ കമറെ കൊണ്ടുവന്ന് പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിച്ച് കൊടുത്ത് ഇതിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക്കാണ്. അതേസമയം കലാപരമായ വാസനയുള്ളവർ, അത്യാവശ്യം ടാലൻ്റ് ഉള്ളവരാണെങ്കിൽ അവർക്ക് കാര്യം പറഞ്ഞു കൊടുത്താൽ ഒരു ഈഗർനെസ് ഉണ്ടാവും, നമുക്ക് എവിടെ എത്തണമെന്നുള്ള. അവർക്കിത് പറഞ്ഞു കൊടുത്താൽ അവർക്ക് കുറേ കൂടെ ഈസിയാകും. എല്ലാ സംവിധായകരും ഞാൻ പറയത്തില്ല, പക്ഷേ മെജോറിറ്റി ഓഫ് ദം അവരെ ഉപയോഗിക്കാമെന്നുള്ളൊരു കൺസേണിൽ കൂടിയാണ് അത് ചെയ്യുന്നത്. അത്തരത്തിലുള്ളവർക്ക് വില്ലിങ് ആകാതിരിക്കുക. അത്തരത്തിലുള്ള റീച്ച് വേണ്ട എന്ന് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിങ്ങൾക്കത് പറയാം, ഞങ്ങളല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പരിധി വരെ ആ റീച്ച് എത്തുമ്പോഴേക്കും നമുക്ക് പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊന്നും നഷ്ടമാണ് എന്ന് കരുതുന്നവർക്ക് അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ബിഗ് ബോസിലായിരുന്നാലും ശരി തന്നെ ഈ ടെലി സീരിയൽ മേഖലയിലും സിനിമ മേഖലയിലും ഒക്കെ തന്നെ കഴുകൻ കണ്ണുകളുമായി പിമ്പുകൾ നടക്കുന്നുണ്ട്. ഒത്തിരി പേരെ നമ്മൾ സമൂഹത്തിന് തുറന്നു കാണിച്ചിട്ടുണ്ട്. MDMA കൂക്കി അതിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ അത്തരത്തിൽപ്പെട്ട ഒരു കൂക്കിയെയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് ശരിക്ക് പ്രവർത്തിച്ചിട്ട് വേണം അത്തരം കാര്യങ്ങളിൽ ഇറങ്ങാൻ. ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളുടെ നമ്മളിതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഒരു പരിധിവരെ അതിനകത്ത് പെട്ടുപോയവരുണ്ടെങ്കിൽ ധൈര്യസമേതം പുറത്തേക്ക് വരിക. നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ രഹസ്യമായി മൊഴി കൊടുക്കുക, അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ആ പെൺകുട്ടി കാണിച്ചിട്ട് 23 പേരൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറഞ്ഞ ആ കുട്ടി അത് കാണിച്ചത് ഒരു വലിയ ധൈര്യമാണ്. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. ഞാൻ അതിൻ്റെ ഫുൾ വീഡിയോ എടുത്തിടാത്തതിൽ ഒരു ചെറിയ വിഷമം പോലെ പറയുന്നുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ എടുക്കുന്നില്ല, നിങ്ങൾ അവിടെ തന്നെ പോയി കാണാൻ. കാരണം പുള്ളിയാണല്ലോ അതിന് എഫർട്ട് എടുത്ത് അത് പബ്ലിക്കിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവർ പറയുന്ന കുറേ കാര്യങ്ങൾ അതിനകത്തുണ്ട്. അവരനുഭവിച്ച സ്ട്രഗിള്, അന്നേ സമയം അവരുടെ മാനസിക നിലവാരം എന്തായിരുന്നു എന്നും അവർ ചിന്തിച്ചത് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ എന്നെ പോലീസ് പിടിച്ച് എനിക്ക് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടക്കേണ്ടി വരുമോ എന്നുള്ള ഭയം, ഇതൊക്കെയാണ് അവരെ മതിച്ചത്. അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മൾ പലയിടങ്ങളിലും ക്രൈം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാതിരിക്കുന്നതിൻ്റെ ഒരു റീസൺ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും കൂടെ പ്രതിയാകുമോ എന്നുള്ള ഭയമാണ്. ഒരിക്കലും അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെളിയുക തന്നെ ചെയ്യും. ധൈര്യസമേതം മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി ഇത് കേൾക്കുമോ ഇല്ലയോ, അല്ലെങ്കിൽ ഇതുപോലുള്ള പെൺകുട്ടികൾ ഇത് മനസ്സിലാക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളുടെ ഭാഗത്തുള്ളൊരു എഫർട്ട് ഇടുന്നു. ഇപ്പോഴും മെഹനാസ് എന്ന് പറയുന്ന ചെറുക്കൻ ഇഷ്ടം പോലെ പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നുണ്ട്. ഈ കൂടെ നടന്ന് അഴിഞ്ഞാടുന്ന പെണ്ണുങ്ങളോടാണ് നിങ്ങൾക്കൊരു പക്ഷേ മെഹനാസിനെ സപ്പോർട്ട് ചെയ്യണമെന്നായിരിക്കും. പക്ഷെ മെഹനാസ് മൂലം ജീവിതം നഷ്ടപ്പെട്ട പല പെൺകുട്ടികൾ അപ്പുറത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഇവനെ എൻകറേജ് ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ത്രീ സമൂഹത്തിന് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദ്രോഹമാണ് ചെയ്യുന്നത്. ആ ദ്രോഹത്തിനെതിരെ സ്ത്രീകൾക്ക് തിരിച്ചു നിന്ന് പറയാൻ പറ്റുമെന്നുള്ളത് തിരിച്ചറിയുക. സ്ത്രീകളുടെ ശത്രു സ്ത്രീകൾ എന്ന് പറയുന്നത് ഇത്തരം ടൈമിലുള്ള ചെയ്ത്തുകൾ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ബോധ്യപ്പെടുന്നത്. സോ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഷെയർ ചെയ്തതേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വീണ്ടും ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റിൽ പറയുക. കമൻറ്റ് തീർച്ചയായിട്ടും ഇടുക. നന്ദി.